ദൈവത്തെ ദർശിച്ചവരാണ് വിശുദ്ധർ. ആ വിശുദ്ധരോടൊപ്പം മാലാഖമാരുമായി സ്വർഗീയ ആനന്ദത്തിൽ ആയിരിക്കുന്ന ഞങ്ങളുടെ വാത്സല്യനിധിയായ അമ്മ ത്രേസ്യാളിൻ്റെയും പ്രിയ സഹോദരങ്ങളായ മണിദാസിൻ്റെയും ബ്രൈറ്റിൻ്റെയും പാവന സ്മരണയ്ക്ക് മുൻപിൽ ബ്രൈറ്റ് ഗ്രൂപ്പ് ഓഫ് അക്കാഡമീസ് പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുന്നു ഇന്നത്തെ വിശുദ്ധർ. അവതരണം അനിൽ കുഴിഞ്ഞകാല. ആശയം മുത്തയ്യൻ ആൻഡ് സെലിൻ പ്രിയ. സംവിധാനം സ്റ്റെനി ആൻഡ് സ്റ്റെനിച്ച്. ഇന്നേ ദിവസം തിരുസഭ മാതൃകയായി നൽകിയ വിശുദ്ധരെ അനുകരിച്ച് പ്രാർത്ഥനയോടെ ആ പാത പിന്തുടരുന്ന നിങ്ങൾക്കേവർക്കും കർത്താവിൻ്റെ തിരുമുഖം ദർശിക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ജസ്റ്റിൻ. ഇന്ന് ജൂൺ 9, വിശുദ്ധ എഫ്രേമിന്റെ തിരുനാൾ. മെസൊപ്പൊട്ടോമിയയിൽ നിസിബിസിൽ ജനിച്ച് 18-ാമത്തെ വയസ്സിൽ ജ്ഞാനസ്നാനം സ്വീകരിച്ചു. കുറേ നാൾ സ്വദേശത്ത് ഉപദേഷ്ടാവായി ജോലി ചെയ്ത സമയം മതമർദ്ദനം ഉണ്ടാകുമെന്ന് ഭയന്ന് എഫ്രേം ഉൾപ്പെടെ പല ക്രിസ്ത്യാനികളും എഥേസിലേക്ക് പലായനം ചെയ്തു. അവിടത്തെ വിശുദ്ധ ഗ്രന്ഥ വിദ്യാലയത്തിന് പേരും പെരുമയും വരുത്തിയത് എഫ്രേമാണ്. അവിടെ വച്ച് ഡീക്കൻ പട്ടം സ്വീകരിച്ചെങ്കിലും പൗരോഹിത്യം സ്വീകരിക്കാൻ എളിമ അനുവദിച്ചില്ല. പിന്നീട് മെത്രാഭിഷേകത്തിന് ക്ഷണമുണ്ടായപ്പോൾ ഭ്രാന്ത് അഭിനയിച്ച് ആ ബഹുമാനത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറി. ഡീക്കൻ എഫ്രേം വെറും നിലത്ത് കിടന്നാണ് ഉറങ്ങിയിരുന്നത്. അദ്ദേഹത്തെ ആരെങ്കിലും സ്തുതിച്ച് സംസാരിക്കുകയാണെങ്കിൽ അപ്പോൾ തന്നെ എഫ്രേം വിയർത്ത് കുളിക്കുമായിരുന്നു. ഒരു ദിവസം ഒരു സഹോദരൻ തനിക്കായി കൊണ്ടുവന്ന പാത്രം താഴെ വീണ് ഭക്ഷണം നഷ്ടപ്പെട്ടു. ആ സഹോദരന്റെ പരിഭ്രമം കണ്ട് എഫ്രേം പറഞ്ഞു, അത്താഴം ഇങ്ങോട്ട് വരില്ല, നമുക്ക് പോകാം എന്ന് പറഞ്ഞ് ഭക്ഷണം വീണ സ്ഥലത്തു നിന്നും എടുക്കാവുന്നതെല്ലാം ഭക്ഷിച്ചു. ശുദ്ധമായ സുറിയാനി ഭാഷയിൽ പ്രാവീണ്യം ഉണ്ടായിരുന്ന എഫ്രേം എഴുതിയിട്ടുള്ള ഗ്രന്ഥങ്ങൾ എത്രയും വിശിഷ്ടങ്ങളാണ്. പാട്ടുകൾ എഴുതി തെരുവീതികളിലൂടെ പാടി നടന്നു. എഫ്രേം ഗാനരൂപത്തിൽ തന്നെ പ്രത്യാഖ്യാനങ്ങൾ എഴുതി. അങ്ങനെയാണ് പരിശുദ്ധാത്മാവിന്റെ വീണ എന്ന് പേരുണ്ടായത്. ബേസിൽ ചോദിച്ചു, താങ്കൾ ക്രിസ്തുവിന്റെ ദാസനായ എഫ്രേം അല്ലേ? അദ്ദേഹം പ്രതിവചിച്ചു, സർഗപദത്തിൽ നിന്ന് വ്യതിചലിച്ച ആ എഫ്രേമാണ് ഞാൻ. അനന്തരം സ്വരമുയർത്തി കണ്ണീരോടെ, പിതാവേ, ഈ നീച പാപിയുടെ മേൽ കൃപയുണ്ടാകണമേ, ഇടുങ്ങിയ വാതിൽ കൂടെ എന്നെ നയിക്കുക. സിറിയൻ സഭയിലെ ഏക പാരംഗതനാണ് കവിയും വാഗ്മിയും പരിശുദ്ധാത്മാവിന്റെ വീണയുമായ വിശുദ്ധ എഫ്രേം. 1920 15-ാം ബെനഡിക്റ്റ് മാർപ്പാപ്പ അദ്ദേഹത്തെ സഭാപിതാവായി പ്രഖ്യാപിച്ചു. അഭിഷിക്തരല്ലാത്ത തിരുസഭയിലെ 2 പിതാക്കന്മാരിൽ ഒരാൾ വിശുദ്ധ എഫ്രേം. വിശുദ്ധ എഫ്രേമേ, ഞങ്ങൾക്കു വേണ്ടിയും തിരുസഭ മുഴുവന് വേണ്ടിയും പ്രാർത്ഥിക്കണമേ. ബ്രൈറ്റ് കുടുംബത്തിൽ നിന്നും കർത്താവ് തൻ്റെ മുന്തിരിത്തോപ്പിലേക്ക് വിളിച്ച് പൗരോഹിത്യം നൽകി അനുഗ്രഹിച്ച റവറൻ ഫാദർ ബിൽ ബ്രൈറ്റും സന്യാസത്തിലേക്ക് വിളിച്ച് അനുഗ്രഹിച്ച് മണവാട്ടിയാക്കിയ സിസ്റ്റർ മരിയ ജോസും വിശുദ്ധരെ അനുകരിച്ച് ഇവിടെ ഈ ഭൂമിയിൽ ആത്മാക്കളെ നേടാനായി ഇരുൾ വീണ താഴ്വരയിലൂടെ നടക്കുമ്പോഴും പൈശാചിക ശക്തികൾ വിടാതെ പിന്തുടർന്ന് പീഡിപ്പിക്കുമ്പോഴും മരണം നിഴലായി കൂടെ നടക്കുമ്പോഴും ദിവ്യകാരുണ്യം എപ്പോഴും ആത്മാവിന് കരുത്തേകും പോലെ തിരുവചനമെന്നും പാതയിൽ വിളക്കായി ജ്വലിച്ച് ആ ജ്വാലയിൽ അനേകായിരം ആത്മാക്കളെ നേടിയെടുക്കാൻ സകല വിശുദ്ധരെ, മാലാഖമാരെ, ഇവർക്കു വേണ്ടി എപ്പോഴും കർത്താവിനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. അനുദിന വിശുദ്ധർ നടന്ന വഴിയെ നടക്കുന്ന ഇവർക്ക് പിന്നാലെ കൽപ്പനകൾ പാലിച്ച് കരുത്തോടെ നടക്കുന്ന ഞങ്ങളും
ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അരികിലെത്തി നിത്യസൗഭാഗ്യം പങ്കിടാൻ അനുഗ്രഹമരുളണമെന്ന് കർത്താവെ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.